ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇന്നലത്തെ മത്തിയുടെ ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ആ മത്തി എടുത്ത് നമുക്ക് ഒന്ന് തേങ്ങ അരച്ച് കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇഞ്ചി, പച്ചമുളക്, സവോള, വെളുത്തുള്ളി അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി നമ്മൾ കുനുകുനാന്നിങ്ങനെ അരിഞ്ഞു വെച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടെ ഒരു തക്കാളി കൂടി ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഞാനൊരു തക്കാളി കൂടി ലേശം കട്ട് ചെയ്ത് വെക്കുന്നുണ്ടേ. എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറി വയ്ക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. പിന്നെ നമുക്ക് കറി വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതെടുക്കാനും ഇതെടുക്കാനും ഒന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അത് ആ ഫ്ലോയിൽ തന്നെ അങ്ങ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണേ. അതിനുശേഷം ചട്ടി എടുത്ത് അടുപ്പയിൽ വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടും കൂടി ഒന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി അതെല്ലാം കൂടെ കൂടിയിട്ട്, സവോള എല്ലാം കൂടെയും കൂടിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാമേ. അത് നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് അതും കൂടിയിട്ടൊന്ന് ഇളക്കി എടുത്ത് വേവിച്ച് വഴറ്റിയെടുക്കണേ. അടുപ്പിലുണ്ടാക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പുകയും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ചട്ടിയിൽ അടുപ്പിൽ മീൻകറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമേ. അങ്ങനെ അതെല്ലാം വഴറ്റി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ലേശം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാല. ഇത്രയാണോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി അതിനകത്തേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കണം. അപ്പം അതിന് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ടൊന്ന് തിളക്കട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പുളി കിട്ടാനായിട്ട്. ചില ആൾക്കാർ വാളംപുളി ഉപയോഗിച്ച് മീൻകറി വെക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഒരു 2 ഇതൾ വെല്ലം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല സൂപ്പറായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കിടന്ന് മറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. നമ്മൾ ഇട്ടേക്കുന്ന മുളകും പുളിയും എല്ലാം കൂടെ പിടിച്ച് നല്ലതായിട്ട് മുളക് വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മത്തി എടുത്തിട്ട് കൊടുക്കുവാണേ. മത്തി എടുത്തിട്ടതിന് ശേഷം നമ്മളതൊന്ന് വേവാനായിട്ട് വെക്കുക. മത്തി വേവാനിപ്പോൾ അതിന് മാത്രം നേരമൊന്നും വേണ്ട കേട്ടോ. മത്തിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ആ തേങ്ങയും കൂടെ ഒഴിച്ചത് തിളച്ച് കഴിയുമ്പോൾ അത് വാങ്ങി വെക്കണം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ.